ഹലോ ഗായ്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജുബോർഡ്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി എജുബോർഡിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ആദ്യമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പഠിക്കുന്ന ഓരോ ചാപ്റ്ററിലും പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കണം. അങ്ങനെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിരുന്നു ഈ പറഞ്ഞിരിക്കുന്ന അഞ്ചാമത്തെ ചാപ്റ്റർ. നമ്മുടെ മൈക്രോയിൽ അഞ്ചാമത്തെ ചാപ്റ്റർ ഉണ്ട്. മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് നിങ്ങൾക്കറിയാം, അഥവാ നമുക്കറിയാം കമ്പോള സന്തുലിതാവസ്ഥ എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ. നിങ്ങൾക്കറിയാം നമ്മൾ ആദ്യം പഠിച്ചിരുന്നത് ആരെക്കുറിച്ചായിരുന്നു? നമ്മൾ ആദ്യം പറഞ്ഞത് ഈ പറഞ്ഞ കൺസ്യൂമേഴ്സിനെ കുറിച്ച് പഠിച്ചു, പിന്നെ പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ച് പഠിച്ചു, പിന്നെ നമുക്ക് ഇവിടെ വരുന്ന ആരാണ്? ഗവൺമെൻറ് കുറച്ച് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന് ഷുവറായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരുപക്ഷേ 5 മാർക്കിനെങ്കിലും മിനിമം നിങ്ങൾക്ക് ചോദ്യമായിട്ട് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിനും ഫൈനൽ എക്സാമിന് പോലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ചോദ്യം ഇതാണ്. ഓക്കെ, ചോദ്യം വലിയൊരു ചോദ്യമാണ്. ഇത് കഴിഞ്ഞ വർഷം വന്നിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷം വന്നിരുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ കഴിഞ്ഞ വർഷം വന്നു എന്ന് വെച്ചിട്ട് ഈ വർഷം വരാതിരിക്കില്ല. ഈ ചോദ്യത്തിൻ്റെ സ്റ്റൈൽ മാറ്റും. ഓക്കെ, അപ്പോൾ ചോദ്യം വായിച്ചേക്കോളൂ. വളരെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് സെൻസ് കാണാൻ പറ്റുന്നുണ്ടാവും വിശ്വസിക്കുന്നത്. ഞാൻ മലയാളത്തിൽ ആദ്യം വായിക്കാം. സാധാരണ എപ്പോഴും ഇംഗ്ലീഷ് അല്ല, അപ്പോൾ നിങ്ങൾക്ക് ഇത്തവണ മലയാളത്തിൽ വായിച്ചുതരാം. ഒരു പൂർണ്ണ മത്സര കമ്പോളത്തിൽ വില നിർണ്ണയിക്കുന്നത് ചോദന പ്രധാന ശക്തികളുടെ പ്രവർത്തന ഫലമായിട്ടാണ്. എന്താ അറിയോ? ഇതെന്താ ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമയമാണ് പോയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമുക്ക് വായിക്കാൻ വേണ്ടി കുറച്ച് കാര്യം തന്നതാണ്. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ വായിച്ച് പഠിച്ച അതേ സെൻറ്റൻസ് ഇവിടെ തന്നതാണ്. ഒരു പൂർണ്ണ മത്സര കമ്പോളം എന്താണ്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അവിടെ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന വില നിർണ്ണയിക്കുന്നത്? നമുക്കറിയാം പ്രൈസ് ആരെ തീരുമാനിക്കുക? ഗവൺമെന്റ് ആണോ? അല്ല, പിന്നെ ആരാ? ചോദന പ്രധാന ശക്തികളുടെ പ്രവർത്തന ഫലമായാണ്. അതായത് നമ്മൾ ഈ ഒരു സംഭവം പഠിച്ചു ഓർമ്മല്ലേ? ഇവിടെയാണ് പ്രൈസ് തീരുമാനിക്കുക എന്നുള്ളത്. എന്നിട്ട് നമ്മളിവിടെ പ്രൈസ് പി എന്നും ഇവിടെ ക്യൂ എന്നും കൊടുക്കും. ആ ഒരു സാധനം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അവിടെ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, എന്നാൽ ചില അവസരങ്ങളിൽ സാധനങ്ങളുടെ സേവനങ്ങളുടെ വില വളരെയധികം കൂടുകയോ കുറയുകയോ ചെയ്താൽ ഒന്നുകിൽ തന്നെ വില ഭയങ്കരമായിട്ട് കൂടുക, അല്ലെങ്കിൽ വില എന്ത് ചെയ്യണം? ഭയങ്കരമായിട്ട് കുറയാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആരിടപെടും? ഗവൺമെന്റ് ഇടപെടും. അതാണ് ഇവിടെ പറഞ്ഞത്, ഗവൺമെന്റ് ഇടപെടും. അങ്ങനെ ഗവൺമെന്റ് ഇടപെട്ടതിന്റെ ഫലമായിട്ട് ഗവൺമെന്റ് കുറച്ച് മാറ്റങ്ങൾ വരുത്തും അല്ലേ. അതിന്റെ ഫലമായിട്ട് ഗവൺമെന്റ് എന്തൊക്കെ ചെയ്യും? വില പരിധി, താങ്ങുവില, അതുപോലെ തന്നെ വില പരിധിയുടെ ഈ പറയുന്ന പ്രഭാവം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? അവിടെ കൊണ്ടുവരേണ്ടത്. അല്ലെങ്കിൽ പ്രൈസ് സീലിംഗ് എന്താ, പ്രൈസ് ഫ്ലോർ എന്താ, എഫക്റ്റ് ഓഫ് പ്രൈസ് സീലിംഗ്, ഈ 3 കാര്യമാണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കഥ മുഴുവൻ വായിച്ചത് എന്താ പറയുക? വലിയൊരു കഥയിലായത് മുഴുവൻ വായിച്ചിട്ട് മനസ്സിലാവണില്ലല്ലോ. എൻ്റെ വെറുതെ ചോദ്യങ്ങളൊക്കെ പഠിച്ചൊക്കെ വെറുതെ ആയി, സമയമൊക്കെ പോയി അങ്ങനെ പറഞ്ഞിരിക്കരുത്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആപ്ലിക്കേഷൻ ലെവലാണ്. നമ്മൾ കുറച്ച് നേരം വായിച്ച് എന്താ സംഗതി മനസ്സിലാക്കി എടുക്കൊന്നും വേണ്ട. ഇവിടെ നിങ്ങൾ ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ തന്നിരിക്കുന്ന ഹിൻഡ് എന്താ നോക്കുക. ഹിൻഡ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാം ചോദ്യം ഇതാണ്, അല്ലെങ്കിൽ സൂചന വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാം ചോദ്യം ചോദിച്ചിരുന്നത് ഈ ഒരു സംഗതിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ ചോദിച്ച സംഭവം എന്താ? പ്രൈസ് സീലിംഗ് എന്താ, പ്രൈസ് ഫ്ലോർ എന്താ, അല്ലെങ്കിൽ ഈ പറഞ്ഞ വിലപരിധി എന്താ, താങ്ങുവില എന്താ എന്നുള്ള കാര്യം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഈ പറഞ്ഞ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ക്വസ്റ്റ്യൻ അടക്കമുള്ള എല്ലാ കണ്ടൻസും, അഥവാ നിങ്ങളുടെ ഡെയിലി സ്റ്റഡി പ്ലാനുകൾ കൃത്യമായിട്ട്, അതുപോലെ തന്നെ നോട്ടുകൾ, മൈക്രോബിറ്റുകൾ ആൻഡ് ലൈവ് ലിങ്ക്. ഇതിൻ്റെ പുറമെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. നിങ്ങളുടെ എക്സാം ഈ പറഞ്ഞ 23 നമ്മുടെ എക്സാം. 23/12 ഡിസംബർ 23 നമ്മുടെ എക്സാം വരുന്നത്. അത് കഴിഞ്ഞ് മാർച്ചിന് എനിക്ക് മാർച്ച് എന്ന് പറയുമ്പോൾ കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. പെരുന്നാളിൻ്റെ തലേന്നാണ് ഇപ്പോൾ ടൈം ടേബിൾ വന്നിട്ടുള്ളത് അല്ലേ. മാർച്ചിൽ പെരുന്നാളിൻ്റെ തലേന്ന്, ഈ ഈദ് ഉൽ ഫിത്തറിൻ്റെ തലേന്നായിട്ടാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഏകദേശം ഒരു 90 ദിവസം, ഏകദേശം ഒരു 90 ദിവസമാണ് സമയം കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇപ്പം തൊട്ട് പഠിച്ച് തുടങ്ങിയ മക്കളെ, ഇപ്പം തൊട്ട് പഠിച്ചു തുടങ്ങണം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടന്റുകൾ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. എവിടെ? നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എജുബോർഡിൻ്റെ ഫ്രീ ആയിട്ടുള്ള സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്. +2ൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്. അവിടെ ജോയിൻ ചെയ്താൽ മാത്രം മതി. പിന്നെ ഞാൻ ഈ 90 ദിവസത്തിൻ്റെ കാര്യം പറയാനുള്ള കാരണം പറഞ്ഞുതരാം. അതായത് നമ്മുടെ എക്സാമിന് ഇനി ഒരു ഏകദേശം 90 ദിവസം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത്, അഥവാ ഒരു 3 മാസം. ഈ 3 മാസം പറയുമ്പോൾ 3 മാസം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് തോന്നും, അത്രയൊക്കെ ഉണ്ടല്ലോ. പക്ഷെ 90 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ശനി ഞായറുകൾ, മോഡൽ എക്സാമിൻ്റെ പേപ്പറുകൾ, അതുപോലെ തന്നെ ഈ പറയുന്ന ലീവുകൾ, ഇതൊക്കെ മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കുറച്ചൊരു 60 ദിവസമൊക്കെ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ പറഞ്ഞിരിക്കുന്ന ബാക്കി ഡേയ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി ഈ ഒരു 60 ദിവസം കൊണ്ട് നിങ്ങൾ പഠിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എക്കണോമിക്സ് പഠിക്കണം, +2ലെ ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റും 5 സബ്ജക്റ്റ്, മൊത്തം 6 സബ്ജക്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകണം അല്ലേ. അപ്പോൾ ഒരു സബ്ജക്റ്റിന് 10 ദിവസം വെച്ച് മാറ്റിയൊക്കെ നമുക്ക് സമയമുള്ളൂ ഇനി. അപ്പോൾ ആ ഒരു സമയത്ത് ഓരോ ചാപ്റ്ററും എന്തൊക്കെ കൃത്യമായിട്ട് പഠിക്കണം, എങ്ങനെയൊക്കെ എവിടെയൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം, അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു ബൂസ്റ്റർ ബാച്ച്. വേറെ ഒന്നുമല്ലോ, ഞാൻ വെറുതെ നിങ്ങളുടെ മുമ്പിൽ ഒരു കാര്യം ഒന്നും പറയാറില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ബൂസ്റ്റർ ബാച്ച് എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഈ ഒരു 90 ദിവസം കൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ബാച്ച് 90 ദിവസം അതിൽ കൂടുതൽ കിട്ടും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഗ്യാരണ്ടി ഞാൻ തരാം. അതായത് കൃത്യമായിട്ട് +2ന് എന്തൊക്കെയാണോ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടത്, കൊമേഴ്സ് ആവട്ടെ ഹ്യൂമാനിറ്റീസ് ആവട്ടെ, കംപ്ലീറ്റ് അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ആദ്യമായിട്ട്
നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണ്ടേ, സാധാരണ ഒരു എക്കോണമിയിൽ രണ്ടാൾക്കാരുണ്ടാവുക. അതായിരിക്കാം, ഒന്ന് ഫേംസും മറ്റൊന്ന് ഹൗസ് ഹോൾഡും അല്ലേ. അതായത് ഈ പറഞ്ഞ ഫേംസ് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഹൗസ് ഹോൾഡ് ചെന്നിട്ട് അവർക്ക് വേണ്ട ജോലികളൊക്കെ ചെയ്തു കൊടുക്കും. പകരമായിട്ട് ഫേംസ് അവർക്ക് എന്ത് ചെയ്യും, ഒരു പേയ്മെൻറ്റ് കൊടുക്കും. ആ പേയ്മെൻറ്റ്സ് വെച്ചിട്ട് സാധനങ്ങൾ ഫേംസിൻ്റെ കയ്യിൽ നിന്ന് ഹൗസ് ഹോൾഡ് വാങ്ങും. പകരം ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യും, ഈ സാധനങ്ങൾ അവർക്ക് കൊടുക്കുകയും ചെയ്യും അല്ലേ. ഇത് നമ്മൾ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം അല്ലെങ്കിൽ 2 സെക്ടർ എക്കോണമിയിൽ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കുക, ഇവർ രണ്ടുപേര് മാത്രമാകുമ്പോൾ, ഇവർ രണ്ടുപേര് മാത്രമായിട്ട് എക്കോണമിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു പ്രശ്നം സംഭവിക്കും. കുറച്ച് കഴിയുമ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും തർക്കങ്ങളൊക്കെ വരും അല്ലേ. ചിലപ്പോൾ തോന്നും, ഫേംസിന് തോന്നുകയാണ് ഇയാൾ കുറച്ച് വില തരുന്നുള്ളൂ, അപ്പോൾ കുറച്ച് വില കൂടുതൽ വേണം. അല്ലെങ്കിൽ ഹൗസ് ഹോൾഡിന് തോന്നുകയാണ് ഇയാൾ ഭയങ്കര പറ്റിച്ചുകൊണ്ടാണ് കച്ചവടം നടത്തുന്നത്, അത് ഭയങ്കര മോശം എന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും അല്ലേ. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ കോൺഫ്ലിക്റ്റ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്കിടയിൽ ഒരാൾ വരും, അതാരാണ്, പിന്നെ ഇവർ 3 പേരും കണക്ട് ചെയ്തിട്ടാണ് എക്കോണമി പ്രവർത്തിക്കുക. അപ്പോൾ ഈ മൂന്നാമത്തെ ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വേറെ ആരുമില്ല, മൂന്നാമത്തെ ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗവൺമെൻറ് സെക്ടർ, ജി എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മുടെ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഗവൺമെൻറ് കുറച്ച് റോളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് റോളുകൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ഈ ഒരു കാര്യം നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം, ഇവിടെ വില കൂട്ടുന്നത്, പ്രൈസ് കൂട്ടുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്, അത് ഫേംസിന് വേണ്ടിയിട്ടാണ്. ഇനി ഇവിടെ വില കുറക്കുന്നത് അത് ആർക്ക് വേണ്ടിയിട്ടാണ്, അത് ഹൗസ് ഹോൾഡിന് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ചില സമയങ്ങളിൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഉൽപ്പാദകർക്ക് അനുകൂലമായിട്ട് വില കൂട്ടുകയും, എന്നാൽ ചില സമയങ്ങളിൽ ഉൽപ്പാദകർക്കല്ല, ഈ പറഞ്ഞ ഉപഭോക്താക്കൾ നമ്മളെ പോലുള്ള ഹൗസ് ഹോൾഡിന് വേണ്ടിയിട്ട് അനുകൂലമായിട്ട് വില കുറയ്ക്കുകയും ഗവൺമെൻറ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ മാർക്കറ്റിൽ പഠിക്കാനുള്ളത്. അതാണ് പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും പഠിക്കാനുള്ളത്. അപ്പോൾ പ്രൈസ് സീലിംഗ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, പ്രൈസ് സീലിംഗ്, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സി എന്ന് പറഞ്ഞാൽ കൺസ്യൂമറിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ സി എന്ന് പറഞ്ഞാൽ കൺസ്യൂമറിന് വേണ്ടിയിട്ടാണ് ഓർത്ത് വെക്കുക. അപ്പോൾ കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ് ഈ പറഞ്ഞ പ്രൈസ് സീലിംഗ്. ഉറപ്പായിട്ട് നമുക്കറിയാം, നമ്മളെപ്പോലുള്ള കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ഉപഭോക്താക്കൾ ഒരു സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ വില കൂടുതലായിട്ട് കുറയണം അല്ലേ, അല്ലെങ്കിൽ വില കുറയണം എന്ന് പറയും. അപ്പോൾ പ്രൈസ് കുറക്കുന്ന പരിപാടിയാണ് ഇവിടെ എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് വരച്ച് ഞാൻ കാണിച്ചു തരാം. ഈ ഗ്രാഫ് വരച്ചിട്ട് നിങ്ങൾ ആദ്യമേ ഇത് പഠിക്കണം. ഓക്കെ, നോക്കിക്കോളൂ. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, ഇത് നിങ്ങൾക്കറിയാം സപ്ലൈ കർവ് ആണെന്ന് അറിയാം, അതേപോലെ ഇത് നിങ്ങൾക്കറിയാം ഡിമാൻഡ് കർവ് ആണെന്ന് പറയാം അല്ലേ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂട്ടിമുട്ടുന്ന പോയിന്റാണ് നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ മാർക്കറ്റിലെ പ്രൈസ് ഉണ്ടാവുക അല്ലേ. സാധാരണ മാർക്കറ്റിലെ പ്രൈസ് ഇവർ രണ്ടുപേരും കൂട്ടിമുട്ടുന്ന പോയിന്റ് ഉണ്ടാവുക. നമുക്ക് ഡിമാൻഡ് കർവിന് DD എന്നും സപ്ലൈ കർവിന് SS എന്നും പേര് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വിലിബ്രിയം പ്രൈസ് P സ്റ്റാർ എന്നും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി Q സ്റ്റാർ എന്നും കിട്ടും. ഇക്വിലിബ്രിയത്തെ നമ്മൾ E എന്നും പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അറ്റ് E, ഓക്കെ, അറ്റ് E എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ പോട്ടെ, അറ്റ് P സ്റ്റാർ എന്ന് പറയുന്ന വില എന്താണ്, ഭയങ്കര വില അല്ലേ. അതായത് ഹയർ പ്രൈസ് ആണ്. ഹയർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഉയർന്ന വിലയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ആലോചിക്കുക, നമ്മൾ സാധാരണ വാങ്ങുന്ന അരി, അതുപോലെ പച്ചക്കറികൾ, ഈ പറഞ്ഞ പഴങ്ങൾ, ഇതിനൊക്കെ വില നമുക്ക് വിചാരിക്കുന്നതിൻ്റെ അപ്പുറമാണ് വിചാരിക്കാം. 1 കിലോ അരിക്ക് ഒരു 10,000 രൂപയാണെന്നൊക്കെ വിചാരിക്കുക, അല്ലെങ്കിൽ 1 കിലോ അരിക്ക് 2,000 രൂപ പോട്ടെ, 250 രൂപയാണെങ്കിൽ നമുക്ക് വാങ്ങാൻ കഴിയില്ലല്ലേ, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു കേസിലൊക്കെ ആരിടപെടും, ഗവൺമെൻറ് ഇടപെടും. എന്നിട്ട് പറയും അത് നടക്കില്ല മോനെ, വില കുറച്ചോ എന്ന് പറയും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഗവൺമെൻറ് എന്ത് ചെയ്യും, ഈ പറയുന്ന ഗവൺമെൻറ് മാർക്കറ്റിൽ ഇടപെടും. ഗവൺമെൻറ് എന്ത് ചെയ്യും, മാർക്കറ്റിൽ ഇടപെടും. ആ ഇടപെടുന്നതിന് നമ്മൾ പറഞ്ഞവരാണ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻ്റർവീൻ. മാർക്കറ്റിൽ ഗവൺമെൻറ് ഇടപെടുന്നു. ഫലമായിട്ട് എന്ത് ചെയ്യും, പ്രൈസ് വിൽ റെഡ്യൂസ്. ഓക്കെ, എന്ത് ചെയ്യും, പ്രൈസ് വിൽ റെഡ്യൂസ്. ഗവൺമെൻറ് എന്ത് ചെയ്യും, പ്രൈസ് ഇവിടെ കുറക്കുകയാണ് ചെയ്യുക. അപ്പോൾ മാർക്കറ്റിൽ ഗവൺമെൻറ് ഇടപെട്ടു, എന്നിട്ട് വില കുറച്ചു. നോക്കിയേ, ഗവൺമെൻറ് പുതിയ വില കൊണ്ടുവന്നു, പുതിയ പ്രൈസ് കൊണ്ടുവന്നു. ആ കൊണ്ടുവന്ന പ്രൈസ് നമ്മൾ പ്രൈസ് സീലിംഗ് എന്ന് കാണിക്കാൻ വേണ്ടി PC എന്ന് കൊടുത്തു. ആ സമയത്ത് സപ്ലൈ നോക്കിയേ, സപ്ലൈ ലൈനിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് വെച്ച് നമുക്ക് കിട്ടും QS എന്ന് പറഞ്ഞിട്ട് സപ്ലൈ കുറഞ്ഞു. പക്ഷേ ആ സമയത്ത് ആൾക്കാർ വില കുറഞ്ഞു കഴിഞ്ഞപ്പോൾ സാധനത്തിൻ്റെ ഡിമാൻഡ് കൂടുകയും ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് ഈ മാറ്റങ്ങളൊക്കെ ഇവിടെ വരച്ച് കാണിക്കാൻ പറ്റും. സപ്ലൈ കുറയുകയും എന്നാൽ ഡിമാൻഡ് കൂടുകയും ചെയ്തു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഒരു ത്രികോണം പോലെ നിങ്ങളൊരു ഭാഗം കാണുന്നുണ്ടാവും അല്ലേ. ഈ ത്രികോണം പോലുള്ള ഭാഗത്തെയാണ് നമ്മൾ എന്താ പറയുക, ആ ഒരു ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരുണ്ട്. ആ ഒരു ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സസ് ഡിമാൻഡ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക, എക്സസ് ഡിമാൻഡ്. ഈ എക്സസ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എക്സസ് എന്ന് പറഞ്ഞാൽ അധികമാവുക, ഡിമാൻഡ് അധികമാവുക എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ഡിമാൻഡ് കൂടുതലും എന്നാൽ സപ്ലൈ കുറവാകുന്ന സിറ്റുവേഷനാണ് എക്സസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഗവൺമെൻറ് മാർക്കറ്റിൽ ഇടപെട്ടിട്ട് വില കുറച്ച് കഴിഞ്ഞാൽ, പ്രൈസ് ഇതുപോലെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ നോർമലി അവിടെ എന്ത് സംഭവിക്കും, മാർക്കറ്റിൽ ഡിമാൻഡ് കൂടും. മാർക്കറ്റിൽ എന്ത് ചെയ്യും, ഡിമാൻഡ് കൂടും. ഓക്കെ, ഡിമാൻഡ് എന്ത് ചെയ്യും, മാർക്കറ്റിൽ സ്വാഭാവികമായിട്ടും ഡിമാൻഡ് കൂടും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, സപ്ലൈ ആ സമയത്ത് എന്ത് ചെയ്യും, കുറയും. എന്താ കാരണം, നിങ്ങൾ ആലോചിക്കുക, ഒരു പ്രൊഡ്യൂസർ എന്തായാലും വില കുറച്ചിട്ട് സപ്ലൈ റെഡി ആവില്ല അല്ലേ. അതന്നെ ഇവിടെ സംഭവിക്കുന്നത്, പ്രൊഡ്യൂസേഴ്സിന് നഷ്ടമായതുകൊണ്ട് എന്ത് ചെയ്യും, അവർ സപ്ലൈ കുറക്കുകയാണ് ചെയ്യുക. അപ്പോൾ സപ്ലൈ കുറവും ഡിമാൻഡ് കൂടുതലാവുന്ന ഈ സിറ്റുവേഷൻ നമ്മൾ വിളിക്കുന്നവരാണ് എക്സസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇതാണ് ആക്ച്വലി എന്ത് പറഞ്ഞത്, പ്രൈസ് സീലിംഗ് സംഭവിക്കുന്ന കാര്യം. ഓക്കെ ആണല്ലോ, ഇത് നിങ്ങൾ മനസ്സിലാക്കാം. ഇനി പ്രൈസ് സീലിംഗിന്റെ നേട്ടങ്ങൾ അല്ലെങ്കിൽ പ്രൈസ് സീലിംഗ് കൊണ്ടുണ്ടാകുന്ന എഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ എഫക്റ്റ്,
ഷോർട്ടേജസ് എന്ന് കൊടുക്കുന്നത്. എന്താ ഷോർട്ടേജ് പറഞ്ഞാൽ? അതായത് നമ്മൾ പറഞ്ഞു വില കുറച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രൊഡ്യൂസേഴ്സ് അവർ പിന്നെ സാധനം സപ്ലൈ ചെയ്യാൻ തയ്യാറാവില്ല. അവർ മാർക്കറ്റിൽ ഇത്ര സാധനമൊന്നും വേണ്ട, അവരവരുടെ സപ്ലൈ കുറക്കും. നിങ്ങൾ ആലോചിക്കുക, സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാങ്ങാൻ കിട്ടില്ല അല്ലേ? അതായത് അരിയുടെ വില ഇപ്പം നിലവിൽ 40 രൂപയാണ് വിചാരിക്കുക, ഗവൺമെന്റ് ഇടപെട്ട് 20 രൂപയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കച്ചവടക്കാർ മുഴുവൻ എന്ത് ചെയ്യും? അതിന്റെ സപ്ലൈ കുറക്കും. എന്താ കാരണം? അവർക്ക് നഷ്ടമാണ്. അപ്പോൾ അവർ കുറക്കും. അപ്പോൾ എന്ത് ചെയ്യും? ആർക്കും സാധനം കിട്ടാത്ത അവസ്ഥ വരും. അഥവാ ഷോർട്ടേജ് ഉണ്ടാവും. ആ ഷോർട്ടേജ് നമ്മൾ പറഞ്ഞതാണ് ക്ഷാമം, അല്ലെങ്കിൽ എന്ത് പറയും? ഷോർട്ടേജസ് എന്ന് പറയും. ഇനി രണ്ടാമത്തെ കാര്യം ബ്ലാക്ക് മാർക്കറ്റ്സ്. ഓക്കെ, ഇപ്പൊ ഗവൺമെന്റ് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആൾക്കാർ കുറേ സാധനങ്ങൾ പൂഴ്ത്തി വെക്കും. എന്താ കാരണം? ഈ പറഞ്ഞ സാധനം ഷോർട്ടേജ് ആണ് അല്ലെ? അതായത് ഇപ്പോൾ ആൾക്കാർക്ക് അത്യാവശ്യം കിട്ടാനുള്ള അവസ്ഥ പോലില്ല, തീരെ കിട്ടാത്തൊരവസ്ഥയായി. അപ്പോൾ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും? അത് മുഴുവൻ എടുത്തു വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇപ്പൊ 20 രൂപ കിട്ടുന്ന സാധനം ആൾക്കാരെ പറ്റിച്ചിട്ട് കരിഞ്ചന്തയിൽ വിൽക്കുന്നതാണ്. ഈ കരിഞ്ചന്ത എന്ന് പറഞ്ഞാൽ എന്താ? സാധനത്തിന് ഓവർ പ്രൈസ് ആക്കിയിട്ട് വിൽക്കുക. നോക്കിക്കോളൂ, ഈ കരിഞ്ചന്ത എന്ന് പറഞ്ഞ സംഭവമാണ് അവിടെ ഉണ്ടാകുന്നത് ബ്ലാക്ക് മാർക്കറ്റ്സ്. ബ്ലാക്ക് മാർക്കറ്റ്സ് പറഞ്ഞാൽ കരിഞ്ചന്ത എന്ന് പറഞ്ഞ സാധനത്താണ് കുറഞ്ഞ വിലക്ക് വാങ്ങിയിട്ട് ഉയർന്ന വിലക്ക് മറിച്ച് വിട്ടിട്ട് കൊള്ള ലാഭം ഉണ്ടാക്കുന്ന പരിപാടിയാണ് കരിഞ്ചന്ത എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ മറ്റൊരു പ്രശ്നമാണ് റെഡ്യൂസ്ഡ് ക്വാളിറ്റി. എന്ത് ചെയ്യും? സാധനങ്ങളുടെ ക്വാളിറ്റി പൊതുവെ കുറയും. കാരണം എന്താ? നിങ്ങൾ ആലോചിക്കുക, പൊതുവെ നമ്മളൊരു സാധനം, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1000 രൂപയ്ക്ക് 2000 രൂപയ്ക്കൊക്കെ മൊബൈൽ ഫോൺ കിട്ടും അല്ലേ? പക്ഷെ അതിനെന്താവില്ല, കുറച്ച് ക്വാളിറ്റി കുറവായിരിക്കും. വില കുറഞ്ഞെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? സാധനത്തിന്റെ ക്വാളിറ്റിയും അത് ബാധിക്കാറുണ്ട്. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? ഈ പറഞ്ഞ കച്ചവടക്കാരൊക്കെ തന്നെ എന്ത് ചെയ്യും? അരിന്റെ ക്വാളിറ്റി കുറക്കും. അല്ലെങ്കിൽ എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ അവർ അതിന്റെ ക്വാളിറ്റീസ് കുറക്കാൻ കാരണമാകും. അപ്പോൾ അതാണ് പറഞ്ഞത്, ഗുണനിലവാരം കുറയാൻ എന്ത് ചെയ്യും? ഇത് കാരണമാകും. അപ്പോൾ നോക്കിയേ, രണ്ട് ചോദ്യം നമ്മൾ ഈ പറഞ്ഞ ചോദ്യത്തിന്റെ രണ്ട് ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. എന്തൊക്കെയാണ് രണ്ട് ഭാഗം നോക്കിക്കോളൂ. ഒന്നാമത്തെ ഭാഗം പ്രൈസ് സീലിംഗ് എന്താ എഴുതാൻ പറഞ്ഞു, നമ്മൾ എഴുതി. എഫക്ട്സ് എഴുതി. ഇനി എന്താ നോക്കാനുള്ളത്? പ്രൈസ് ഫ്ലോർ അല്ലെങ്കിൽ തറവില എന്താ നമുക്ക് നോക്കാനുണ്ട്, താങ്ങുവില എന്താ നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ തറവില അല്ലെങ്കിൽ താങ്ങുവിലേക്ക് നമ്മൾ പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, പ്രൈസ് ഫ്ലോർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇതും എക്സും വൈയും വെച്ചിട്ട് നമ്മൾ വരക്കാറുള്ളത് അല്ലേ? ഇനി നോക്കിക്കോളൂ, ഈ പ്രൈസ് ഫ്ലോർ ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങളോട് ഒരു കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാവും. എഫ് എന്ന് പറയുമ്പോൾ അറിയാം ഫേംസ് ആണല്ലേ? അപ്പോൾ അവർക്ക് വേണ്ടി നടപ്പിലാക്കുമ്പോൾ ഫേംസ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, പ്രൊഡ്യൂസേഴ്സ് എന്ന് വേണമെങ്കിലും നമുക്ക് അവരെ വിളിക്കാം അല്ലേ? അപ്പോൾ പ്രൊഡ്യൂസേഴ്സിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. ഇവിടെ ഗവൺമെന്റ് എന്താ ചെയ്യുക? വില കൂട്ടുകയാണ് ചെയ്യുക. അപ്പോൾ വില കൂട്ടുന്ന പരിപാടിയാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ മാർക്കറ്റിൽ സപ്ലൈ കർവും അതേപോലെ ഡിമാൻഡ് കർവും ഞാനിവിടെ വരച്ചു വെച്ചു. സപ്ലൈ കർവും ഡിമാൻഡ് കർവും വരച്ചു വെച്ചു. ഇനി നമുക്ക് എന്താ അടുത്ത ചടങ്ങ്? ഇതിന് പേര് കൊടുക്കാന്നല്ലേ? സപ്ലൈ കർവിന് എസ് എസ് എന്നും ഡിമാൻഡ് കർവിന് ഡി ഡി എന്നും ഞാൻ പേര് കൊടുത്തു. ഇനി നിങ്ങൾ നോക്കുക, ഇവർ രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റ് ഉണ്ട് അല്ലേ? ആ കൂട്ടിമുട്ടുന്ന പോയിന്റ് നമ്മൾ വിളിക്കുന്നവരാണ് ഇക്വിലിബ്രിയം എന്ന് പറയും. ആ കൂട്ടിമുട്ടുന്ന സമയത്തെ പ്രൈസിനെ പി സ്റ്റാർ എന്നും ആ കൂട്ടിമുട്ടുന്ന സമയത്തെ ക്വാണ്ടിറ്റിയെ ക്യൂ സ്റ്റാർ എന്നും പറയും. അഥവാ യഥാക്രമത്തിൽ ഈ പറഞ്ഞ പ്രൈസ് പി സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തുലിത വിലയും അതുപോലെ തന്നെ സന്തുലിത അളവും നമ്മൾ തയ്യാറാക്കും അല്ലെ? ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഗവൺമെന്റ് മാർക്കറ്റിൽ ഇടപെടും അല്ലെ? അപ്പൊ നിങ്ങളോട് നോക്കുക, ഇപ്പൊ കൊടുത്തിരിക്കുന്ന അറ്റ് പി സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പി സ്റ്റാറിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇപ്പൊ കുറഞ്ഞ വിലയേ ഉള്ളൂ, ലോവസ്റ്റ് പ്രൈസ് ആണ്, കുറഞ്ഞ വിലയാണുള്ളത്. അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യും? മാർക്കറ്റിൽ ഇടപെടും അല്ലെ? ഗവൺമെന്റ് ഇന്റർവീൻ ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിൽ എന്ത് ചെയ്യും? ഗവൺമെന്റ് ഇടപെടും. ഇവിടെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, സാധാരണ കർഷകർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫാമേഴ്സിന് വേണ്ടിയിട്ടാണ് പൊതുവെ എന്ത് ചെയ്യാറുള്ളത്? ഇത് ചെയ്യാറില്ല കേട്ടോ. ആർക്ക് വേണ്ടിയിട്ടാണ്? ഫാമേഴ്സിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് സാധാരണ ഇത് ചെയ്യാറുള്ളത്. അപ്പോൾ ഗവൺമെന്റ് മാർക്കറ്റിൽ ഇടപെടും. ഫലമായിട്ട് എന്ത് ചെയ്യും? ഗവൺമെന്റ് പ്രൈസ് കൂട്ടും. എന്ത് ചെയ്യും? പ്രൈസ് കൂട്ടുകയാണ് ചെയ്യുക. അപ്പോൾ ഗവൺമെന്റ് മാർക്കറ്റിൽ ഇടപെട്ടു, പ്രൈസ് കൂട്ടിട്ടോ. പ്രൈസ് കൂട്ടി, പുതിയ പ്രൈസ് വന്നതാന്ന് നോക്കിക്കോളൂ. പുതിയ പ്രൈസ്, ആ പുതിയ പ്രൈസ് ഞാൻ പി എഫ് എന്ന് കൊടുത്തു. പ്രൈസ് ഫ്ലോർ ആണെന്ന് കാണിക്കാൻ വേണ്ടി എഫ് ചേർത്തതാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഡിമാൻഡ് ലൈനിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് തൊട്ട് താഴത്തേക്ക് വരച്ച് നമുക്ക് ഇവിടെ കിട്ടും. ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്തു? കുറഞ്ഞു. എന്താ കാരണം? പ്രൈസ് കൂടിയ ഡിമാൻഡ് കുറയുമല്ലോ, സ്വാഭാവികമായിട്ടും ആ ബന്ധം അവിടെ സംഭവിച്ചു. ഇനി അടുത്ത് നോക്കുക, സപ്ലൈ എന്ത് ചെയ്തു? സപ്ലൈ കൂടിയില്ലേ? എന്താ കാരണം? പ്രൈസ് കൂടി കഴിഞ്ഞാൽ സപ്ലൈ കൂടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സപ്ലൈ കൂടുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞാൽ എന്താ ഇവിടെ സംഭവിച്ചത്? ഇവിടെ ഡിമാൻഡ് കുറഞ്ഞു. ഇവിടെ ഒരു സാധനത്തിന്റെ ഡിമാൻഡ് എന്ത് ചെയ്തു? കുറഞ്ഞു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന സപ്ലൈ എന്ത് ചെയ്തു? കൂടുകയും ചെയ്തു അല്ലെ? ഫലമായിട്ട് അവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ്. അതിന്റെ പേരാണ് എക്സസ് സപ്ലൈ എന്നാണ് പറയുക. എക്സസ് സപ്ലൈ അഥവാ സപ്ലൈ കൂടുതലുള്ള സിറ്റുവേഷൻ അല്ലേ? അതെവിടെ സംഭവിക്കുക? അത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്ന ഒരു ത്രികോണം കണ്ടല്ലോ, ഈ ഒരു ഭാഗം, ഇതിനെയാണ് എന്ത് ചെയ്യുക? എക്സസ് സപ്ലൈ എന്ന് പറയുക. അപ്പോൾ എക്സസ് സപ്ലൈ എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മുടെ ത്രികോണമായിട്ട് വരുന്നത്. ഈ ഒരു ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സസ് സപ്ലൈ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് പ്രൈസ് ഫ്ലോർ നടപ്പിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരു ഉത്തരം ആർക്ക് വേണ്ടിയിട്ടാണ്? പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഫാമേഴ്സിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം എന്ത് ചെയ്യുക? വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ചേക്കാം. ഇനി പ്രൈസ് സീലിംഗ് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മൾ പറഞ്ഞു കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ടാണ് അല്ലേ? എന്നാൽ പ്രൈസ് ഫ്ലോർ ആർക്ക് വേണ്ടിയിട്ടാണ്? അത് പ്രൊഡ്യൂസേഴ്സിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, കൺസ്യൂമേഴ്സിന് വേണ്ടി വില കുറക്കുന്ന സമയത്ത് പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി വില കൂട്ടുകയാണ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് എക്സസ് ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ പ്രൈസ് ഫ്ലോർ വരുമ്പോൾ അത് എന്തായി മാറി? എക്സസ് സപ്ലൈ ആയിട്ട് മാറാണ് ചെയ്യുക അല്ലേ? അപ്പോൾ ഇതിനെ പരസ്പരം കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ സുഖമായിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്രാഫ് വരച്ച് പഠിച്ചാൽ അതിൻ്റെ മാർക്ക് ഷുവറായിട്ട് കിട്ടും.
അപ്പോൾ മാർക്ക് നിങ്ങൾ കളയരുത്, അത് വൃത്തിയായിട്ട് നിങ്ങൾ പഠിക്കുക. നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.